തെരഞ്ഞെടുപ്പിന്റെ ജില്ലയിലെ മുഖ്യ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥിയും UDF ഭാരവാഹികളും. തെരഞ്ഞെടുപ്പിന്റെ ജില്ലയിലെ മുഖ്യ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥിയും UDF ഭാരവാഹികളും. തൃക്കരിപ്പൂർ പിലിക്കോട് പഞ്ചായത്തുകൾ മുഖ്യമായി ഉൾപ്പെട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ LDFന്റെ കള്ളവോട്ടിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്താശ ചെയ്തുവെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേകിച്ച് പിലിക്കോട് പഞ്ചായത്തിലെ UDFന്റെ ഏജന്റുമാരെ ഭീഷണിപ്പെടുത്തുകയും UDF ഏജന്റുമാരെ ആക്രമിക്കുകയും ചെയ്ത് ഏകപക്ഷീയമായ ഒരു വോട്ടെടുപ്പായിരുന്നു പോളിംഗ് ദിവസം നടന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർമാരെയും പോലീസ് മേധാവികളോടും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിലും അതൊക്കെ ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തെരഞ്ഞെടുപ്പ് സംവിധാനം ദുരുപയോഗപ്പെടുത്തിയും കലക്ടർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് വകുപ്പും തീരുമാനിച്ചത്. ഇവിടെ പിലിക്കോട് പഞ്ചായത്തിലെ 10ഓളം ബൂത്തുകളിലെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പായിരുന്നു. പ്രധാനമായും നാലാം ബൂത്ത്, മൂന്നാം വാർഡ്, 4-ാം വാർഡ്, 5-ാം വാർഡ്, 6, 7, 8, 9, 10, 11 വാർഡുകളിൽ യഥാർത്ഥത്തിൽ കള്ളവോട്ടുകൾ മാത്രമാണ് അവിടെ നടന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പിലിക്കോട് പഞ്ചായത്തിലെ 18 വാർഡുകളിലായി ഏതാണ്ട് 2000-ൽ പരം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതായി പ്രാഥമികമായി തന്നെ UDF വിജിലൻസ് വിഭാഗം കണ്ടെത്തിയതായി നേതാക്കൾ പറഞ്ഞു. പിലിക്കോട്ടെ വിവിധ പോളിംഗ് ബൂത്തുകളിലെ പോളിംഗ് ഓഫീസർമാർ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, ചൂണ്ടുവിരൽ പതിച്ച മഷി അടയാളം പരിശോധിക്കുക പോലുമില്ലാതെ കള്ളവോട്ടുകൾ ചെയ്യുന്നതിന് കൂട്ടുനിന്നതായി UDF നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പിലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥി ബൂത്തുകളിൽ വെബ് ക്യാമറ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് നിഷേധിച്ചുവെന്ന് മാത്രമല്ല, വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്കു മുമ്പ് സെൻസിറ്റീവ് ബൂത്തുകളുടെ ലിസ്റ്റ് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തുവെന്നും അവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരണാധികാരി ചീഫ് ഏജന്റിനെയോ സ്ഥാനാർത്ഥികളെയോ പങ്കെടുപ്പിച്ചുള്ള ഒരു യോഗം പോലും വിളിച്ചു ചേർക്കുകയോ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ അറിയിക്കുകയോ ചെയ്തില്ലെന്നും UDF ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, ചീഫ് ഏജന്റും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഡിവിഷൻ ചെയർമാൻ സത്താർ വടക്കുംപാട്, പിലിക്കോട് പഞ്ചായത്ത് UDF ചെയർമാൻ നിഷാം പട്ടേൽ, കൺവീനർ AV കുഞ്ഞികൃഷ്ണൻ, തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസാദ് ഒളവറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.